Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced ട്യൂട്ടോറിയൽസിന്റെ 97th ലെസനാണിത്. ഈ ലെസണിലൂടെ 3ds Max 2024 ന്യൂ ഫീച്ചറായ ബൂലിയൻ മോഡിഫയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോമ്പൗണ്ട് ഒബ്ജക്റ്റിലുള്ള ബൂലിയനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് ഈ ഒരു ബൂലിയൻ മോഡിഫയർ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മോഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് മോഡലിംഗ് വർക്ക് ഫ്ലോ വളരെ ഫാസ്റ്റായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു മോഡിഫയർ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോക്സിലേക്ക് ഹോൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൂലിയൻ മോഡിഫയർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്രിയേറ്റിൽ നിന്ന് ഒരു സിലിണ്ടർ ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സിലിണ്ടർ ഓട്ടോ ഗ്രിഡ് ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഈ ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ഹൈറ്റ് സെഗ്മെന്റ്സ് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. നമുക്ക് ഈ ഒരു സിലിണ്ടറിനെ ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൽ ഈ ഒരു സിലിണ്ടറിനെ ബൂലിയൻ ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തുകൊണ്ട് മോഡിഫയർ ലിസ്റ്റിൽ നിന്ന് ബൂലിയൻ എന്ന മോഡിഫയർ ഇതിലേക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ബൂലിയൻ മോഡിഫയർ ഇതിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ആഡ് ഓപ്പറൻസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ യൂണിയൻ, ഇന്റർസെക്ട്, സബ്ട്രാക്ഷൻ, സ്പ്ലിറ്റ്, മെർജ്, അറ്റാച്ച്, ഇൻസെർട്ട് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിത് ഹോൾഡ് ചെയ്യുന്നതിനായി ഇവിടെ സബ്ട്രാക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു സബ്ട്രാക്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സിലിണ്ടർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സിലിണ്ടർ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു ബോക്സിൽ ഇതുപോലെ ഒരു ഹോൾ ലഭിച്ചിരിക്കുകയാണ്. ഓപ്പറൻസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്കിവിടെ ഈ ഒരു സിലിണ്ടർ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഈ ഒരു സിലിണ്ടർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഹൈഡ് ചെയ്യുവാനും എനേബിൾ ചെയ്യുവാനും അതുപോലെ നമുക്കിത് സെലക്ട് ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. നമുക്കിതിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു സിലിണ്ടറിനെ സെലക്ട് ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു സിലിണ്ടർ സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു സിലിണ്ടർ കംപ്ലീറ്റ് ആയി നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്കിതിൻ്റെ സെറ്റിംഗ്സ് ഡിസ്പ്ലേയിൽ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേ എന്ന ഓപ്ഷനിൽ വയർ ആൻഡ് ഷെയ്ഡഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് വയർ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു വയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു സിലിണ്ടർ ഇവിടെ നമുക്ക് ഇതുപോലെ വയറായി ഹോൾസ് ക്ലിയർ ആയി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള സൈസിൽ ഈ ഒരു ഹോളിനെ സെറ്റ് ചെയ്യുവാൻ നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്കിവിടെ ഒരു ഹോളും കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിലിണ്ടറിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാവുന്നതാണ്. ഇതുപോലെ കോപ്പി ചെയ്യുവാനും ആ ഒരു കോപ്പി ചെയ്ത സിലിണ്ടറിനെ സ്കെയിൽ ചെയ്ത് വലുതാക്കുവാനും ചെറുതാക്കുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം ഒബ്ജക്റ്റുകളെ ബൂലിയൻ ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു സബ്ട്രാക്റ്റിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു യൂണിയൻ എന്ന ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. നമുക്കിതുപോലെ ഈ ഒരു സിലിണ്ടർ ഈ ഒരു ബോക്സുമായി ഇവിടെ നമുക്കിതുപോലെ യൂണിയൻ ആയി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇന്റർസെക്ട് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെയും ഈ ഒരു സിലിണ്ടറിൻ്റെയും സെൻറ്ററിലുള്ള ആ ഒരു പോർഷനാണ് നമുക്കിവിടെ ലഭിക്കുക. നമുക്കിവിടെ ചേഞ്ച് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ മാത്രം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ആവശ്യാനുസരണം ഇവിടെ നിന്ന് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ബൂലിയൻ ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു സബ്ട്രാക്ട് എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ ഇതിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സ് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ബോക്സിനെ ഇവിടെ സബ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മാനിപ്പുലേറ്റ് ഓപ്പറൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു ബോക്സിനെ ബൂലിയൻ ചെയ്യാവുന്നതാണ്. വളരെ ക്വിക്കായി നമുക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം ഒബ്ജക്റ്റുകളെ ബൂലിയൻ ചെയ്ത് യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മോഡിഫയർ യൂസ് ചെയ്യാവുന്നതാണ്.
ബൂലിയൻ ചെയ്തതിന് ശേഷവും ഒബ്ജക്റ്റുകളെ ഈസിയായി സ്കെയിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മോഡിഫയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ആദ്യത്തെ ബോക്സ് ഒഴികെ ബാക്കി കോപ്പി എടുത്ത ബോക്സസ് എല്ലാം ഓപ്പറൻ എന്ന പേരിലാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്കിതിനെ ഇവിടെ നിന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ മെത്തേഡ്സിൽ മെഷ് കൂടാതെ ഓപ്പൺ VDB എന്ന ഈ ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണക്ഷനോട് കൂടിയ ഒരു മെഷ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ ഒരു സെഗ്മെൻറ്റ്സിൻ്റെ സൈസ് വോളിയം ഓപ്ഷൻസിൽ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. Max 2024 ഈ ഒരു അപ്ഡേറ്റിലൂടെ മോഡലിംഗ് വർക്ക് ഫ്ലോ വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ നമുക്കിതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തായി ബൂലിയൻ മോഡിഫയറിലെ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പാരാമെട്രിക് വാളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോക്സ് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ കോപ്പീസ് എടുക്കാം. നമ്മൾ ഇതുപോലെ ഈ ഒരു ബോക്സിൻ്റെ കോപ്പീസ് എടുത്തുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് കൺവേർട്ട് ചെയ്തുകൊണ്ട് എഡിറ്റബിൾ പോളി ആക്കാം. വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബോക്സിനെ എല്ലാം അറ്റാച്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു ബോക്സുകളെല്ലാം ഇവിടെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ബോക്സിൻ്റെ സൈസിൽ നമ്മളൊരു പ്ലെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നോയ്സ് എന്ന മോഡിഫയർ ആണ് അസൈൻ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ സ്ട്രെങ്ത്തിൽ Z ആക്സിസിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സ്കെയിൽ ഞാൻ ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പ്ലെയിൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ ഈ ഒരു പ്ലെയിൻ യൂസ് ചെയ്തുകൊണ്ട് ബൂളിയനിലെ സ്പ്ലിറ്റ് എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു പ്ലെയിൻ ഈ ഒരു ബോക്സിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഈ ഒരു പ്ലെയിൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തുകൊണ്ട് മോഡിഫയർ ലിസ്റ്റിൽ നിന്ന് ബൂളിയൻ ഇതിലേക്ക് അസൈൻ ചെയ്യുകയാണ്. നമുക്കിവിടെ സ്പ്ലിറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. നമുക്കിത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നോയ്സ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്ലെയിൻ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു പ്ലെയിൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് എഡിറ്റ് പോളി എന്ന മോഡിഫയർ അസൈൻ ചെയ്തുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ഈ ഒരു പോർഷൻസ് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു മോഡിഫയർ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് പോളി മോഡിഫയർ ഇതിലേക്ക് അസൈൻ ചെയ്യാം. നമുക്ക് വളരെ ഈസിയായി എലമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത പോർഷൻ ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മൂവ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത പോർഷനെ ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ബൂലിയൻ മോഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പാരാമെട്രിക് വാൾ മോഡലിംഗ് വളരെ ഈസിയായി നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം ഒബ്ജക്റ്റുകളെ ബൂലിയൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു പുതിയ മോഡിഫയറിലൂടെ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.